റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വന്നത് പാകിസ്ഥാൻ്റെ അന്ത്യം കുറിക്കാൻ തന്നെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിലധികം പ്രാധാന്യം ഈ വരവിനുണ്ട്. അത് നരേന്ദ്രമോദി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം താവളത്തിലേക്ക് പോയിട്ട് പുടിനെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത്. പലരും പറഞ്ഞു ഇതൊരു അസാധാരണമായിട്ടുള്ള സന്ദർശനമല്ല, അസാധാരണമായ സന്ദർശനമാണ്. തീർച്ചയായും ഇത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയുടെ 23ാം പതിപ്പായിരുന്നു. അങ്ങനെ ഇപ്പോൾ സാധാരണഗതിയിൽ യുദ്ധ അന്തരീക്ഷമില്ലാത്തപ്പോൾ ഇരു രാജ്യങ്ങളിലെയും രാഷ്ട്ര തലവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾട്ടർനേറ്റ് ഇയേഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി ശാസ്ത്രം. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം പുടിനെ നേരിട്ട് പോയി പ്രധാനമന്ത്രി സ്വീകരിച്ചു കൊണ്ടുവന്ന് ആനയിച്ച് ബാങ്കറ്റും കൊടുത്തു. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ദിവസം രാഷ്ട്രപതി ഭവനിൽ അവിടെ ബാങ്കറ്റ് നടക്കുകയാണ്. അതീവമായിട്ടുള്ള പ്രാധാന്യവും ചുവപ്പ് പരവതാനിയുമാണ് റഷ്യൻ പ്രസിഡന്റിന് കൊടുത്തത്. റഷ്യൻ പ്രസിഡന്റിനോടൊപ്പമാണ് അവിടെ ഷാങ്ഹായ് കോപ്പറേഷൻ മീറ്റിങ്ങിൽ ഒന്നിച്ചു പോയതുപോലെ ഇവർ രണ്ടും കൂടി ഒന്നിച്ചാണ് സഞ്ചരിച്ചത് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക്. അപ്പോൾ അത് വലിയ ഗംഭീരമായിട്ടൊരു സ്വീകരണമാണ്. സാധാരണയുള്ള പ്രോട്ടോക്കോളുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ടുള്ള, പ്രോട്ടോക്കോളുകൾ ലംഘിച്ചുകൊണ്ടുള്ള അതിപ്രധാനമായ സ്വീകരണം. അത് നമ്മൾ നിരീക്ഷിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇതെന്തോ ഒരു പുടിൻ എന്തെന്നുള്ള മട്ടിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും ഇരിക്കുന്നത്. അങ്ങനെയല്ല, അതീവ പ്രാധാന്യത്തോടു കൂടിയാണ് ഒരു റഷ്യൻ പ്രസിഡന്റിനെ, ഒട്ടും വലതുപക്ഷ ചായ്വില്ലാത്ത ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു പുടിനെ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന വലതുപക്ഷത്ത് കൂടി ചിന്തിക്കുന്ന ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ ആളുകളെന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ വിശേഷിപ്പിക്കുന്ന, ചൈനയോട് ഏറ്റവും സൗഹൃദത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ തലവനെ ആനയിച്ചു കൊണ്ടുവരുന്നത്, യുക്രൈനെയൊക്കെ നിരസിച്ചുകൊണ്ട്, യുക്രൈനെയൊക്കെ തള്ളിക്കൊണ്ട്, അവരുടെ വാദങ്ങളെ ഒന്നും അംഗീകരിക്കാതെ, എന്തിന് ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് മുടങ്ങിയ 3 രാഷ്ട്രങ്ങളുടെ മുട്ടാപ്പോക്കിനെയൊക്കെ വകവയ്ക്കാതെ കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇച്ഛാശക്തിയോടെ ധീരനായിട്ട് തന്നെ വിളിച്ച് ആനയിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മളൊന്ന് ഓർക്കണം, കടുത്ത എതിർപ്പാണ് യൂറോപ്പിന്, ട്രംപിനൊക്കെ. നമ്മൾ അവരോടൊന്ന് തർക്കിക്കാനോ വാഗ്വാദത്തിൽ ഏർപ്പെടാനോ പോകുന്നില്ല. അതേസമയം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഞങ്ങൾ പുല്ല് വഹിക്കുന്നില്ല. ഞങ്ങളുടേത് ഒരു റിപ്പബ്ലിക്കാണ്, പരമാധികാര രാജ്യമാണ്. അത് തീരുമാനിക്കുന്നത്, അതിൻ്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് അതിൻ്റെ ഭരണഘടനയാണ്. അത് പൊക്കിപ്പിടിച്ചുകൊണ്ടല്ല നമ്മുടെ ഭരണഘടനയെ നമ്മുടെ പ്രധാനമന്ത്രി ആരാധിക്കുന്നതും ആദരിക്കുന്നതും, മറിച്ച് നടപ്പാക്കിക്കൊണ്ടാണ്. മറ്റു രാഷ്ട്രങ്ങൾ അവർ പറയുന്നതിന് ലേശം വകവയ്ക്കാതെ ഇന്ത്യയുടെ താല്പര്യം നോക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഇന്ത്യയുടെ താല്പര്യം ഇപ്പോൾ ഏറ്റവും വലുതായിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നതെന്നറിയാം. നമുക്കറിയാം, തീർച്ചയായിട്ടും 300 മിസൈൽ വാങ്ങിക്കുന്നു. നമ്മൾ Su-57 അടുത്ത ജനറേഷൻ വാങ്ങിക്കാൻ തയ്യാറെടുക്കുന്നു. അതുപോലെ തന്നെ S-400 എന്ന് പറയുന്ന ഇന്ത്യൻ എയർ കമാൻഡ് ഡിഫൻസ് സിസ്റ്റത്തെ ഏറ്റവും അധികം രക്ഷിച്ച പാകിസ്ഥാൻ്റെ, ചൈനയുടെ, അതുപോലെ തന്നെ തുർക്കിയുടെ മിസൈലുകളിൽ നിന്ന്, ഡ്രോണുകളിൽ നിന്ന് ഇന്ത്യയെ ഒരു ഭദ്രദീപം പോലെ, കുടത്തിലെ മൺവിളക്ക് പോലെ രക്ഷിച്ച ആ S-400 അത് വാങ്ങിക്കുന്നു. ഇത് കൂടാതെ ഇപ്പോൾ പുതിയൊരു ഡെവലപ്മെൻ്റ് ഉണ്ടായിരിക്കുന്നു. മാധ്യമങ്ങൾ അത്രമാത്രം ശ്രദ്ധിച്ചോ എനിക്ക് സംശയമുണ്ട്. അതായത് ഒരു റഷ്യൻ ആണവ അന്തർവാഹിനി ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്നു. ഈ ആണവ അന്തർവാഹിനി ഇത്ര പ്രാധാന്യം എന്തെന്ന്, ആണവമാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് പാകിസ്ഥാൻ്റെ അന്തകനാകുമെന്നുള്ളത് തന്നെയാണ്. ആ അന്തർവാഹിനി പാകിസ്ഥാൻ്റെ തീരമായുള്ള കറാച്ചി ഉണ്ടല്ലോ, കറാച്ചി ഇന്ത്യയുടെ ഭാഗമാവേണ്ടതായിരുന്നു. ഒരു ബ്രിട്ടീഷുകാരൻ കാണിച്ച ഫലിതമാണ്. ഇന്ത്യക്ക് മുംബൈ തുറമുഖമുണ്ടല്ലോ, അതിന് പകരം പാകിസ്ഥാൻ ഇതിരിക്കട്ടെ എന്നും പറഞ്ഞാണ് ഹിന്ദു ഭൂരിപക്ഷമുള്ള ആ പ്രദേശം, അതുപോലെ തന്നെ ഹിന്ദു ഭൂരിപക്ഷമുള്ള സിന്ധ്, ഹിന്ദു ഭൂരിപക്ഷമുള്ള ചിറ്റഗോങ്, ഇതെല്ലാം പാകിസ്ഥാൻ എഴുതി കൊടുത്തു. ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്. ഭൂരിപക്ഷം വെച്ച് നോക്കുമ്പോൾ, ഹിന്ദു ഭൂരിപക്ഷം വെച്ച് നോക്കുമ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഈ ചിറ്റഗോങ് ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളിൽ ബംഗ്ലാദേശ് കളിക്കാൻ വന്നാലുണ്ടല്ലോ, ഈ അന്തർവാഹിനി അങ്ങ് ചെല്ലും. ഞങ്ങൾക്കിവിടെ എല്ലാം കടലുണ്ട്, ഞങ്ങൾക്ക് 3 ചുറ്റിനും കടലുണ്ട്, നിങ്ങൾക്ക് കടലില്ലേ എന്ന് കൂക്ക് വിളിച്ച മുഹമ്മദ് യൂനിസിനുള്ള മറുപടിയായിരിക്കും അന്തർവാഹിനി എന്ന് പറയുന്ന അന്തകൻ. ആണവ പോർമുനയുള്ളത്, പിന്നെ ഒന്നും അവശേഷിക്കത്തില്ല അവരുടെ കപ്പലുകളുടെ. ആണവ പോർമുനയുള്ളത് ആണവ അന്തർവാഹിനി എന്നാണ് പറയുന്നത്. അത്ര ഒരെണ്ണം ഇന്ത്യക്ക് ലഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ വിലയായിട്ട് ഇന്ത്യ കൊടുക്കുന്നത് എത്ര കോടിയാണ്? 18,000 കോടി രൂപ. പണമൊന്നും പ്രശ്നമല്ല, സുരക്ഷിതത്വം, സേഫ്റ്റി ഫസ്റ്റ്.
ആ ഒരു പോളിസിയിലാണ് നമ്മളത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. 2 വർഷം എടുക്കും ഇതിന്. 2 വർഷത്തിനകം അത് ഇന്ത്യക്ക് ലഭിക്കും. അപ്പോൾ ഇന്ത്യ ഈ മേഖലയിലെ ഏറ്റവും ശക്തനല്ല ലോകോത്തര ശക്തിയായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളുമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ 18,000 കോടി റഷ്യയ്ക്ക് കൊടുക്കുന്നത്. ഇതോടുകൂടി റഷ്യ എന്ന് പറയുന്നത് ഈ ആയുധ വിൽപ്പനയിൽ അമേരിക്കയെക്കാളും വളരെ ശക്തമായിട്ടുള്ളൊരു പങ്കാളിയായിട്ട്, ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ട് മാറുകയും കൂടി ചെയ്യുകയാണ്. അപ്പോൾ അതേ റഷ്യൻ അന്തർവാഹിനി യുദ്ധവേളയിൽ ഉപയോഗിക്കില്ലെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് പറയണം. കാരണം അന്താരാഷ്ട്ര നിയമങ്ങളനുസരിച്ച് നമ്മൾ ഒരു അറ്റോമിക്കലി പ്രൊപ്പഗേറ്റഡ് അല്ലെങ്കിൽ ജനറേറ്റഡ് ആയിട്ടുള്ള ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു വിലക്കുണ്ട്. അത് നമ്മൾ പറഞ്ഞത് പറ്റൂ. പക്ഷേ സിന്ദൂറിന്, ഓപ്പറേഷൻ സിന്ദൂറിന് ആണവ ആയുധം ഉപയോഗിക്കുമെന്ന് പാകിസ്ഥാൻ പറഞ്ഞല്ലോ. അതുപോലെ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ചൈനയും കൂടി ഇന്ത്യക്ക് നേരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതൊരായുധമായിട്ട് തന്നെ ഉപയോഗിക്കും. ഇപ്പോൾ ചൈന സീയിൽ മാത്രമല്ല, ചുറ്റുമുള്ള കടലുകളിലെല്ലാം ആധിപത്യം, തൈവാന് ചുറ്റുമുള്ള കടലിൽ ഉപരോധം സൃഷ്ടിച്ചുകൊണ്ടും ചൈന വലിയ ശക്തി പ്രകടനമാണ് നടത്തുന്നത്. ആ ശക്തി പ്രകടനത്തെ നേരിടാൻ അവർക്ക് ഒരു അവരുമായിട്ടൊരു ഡെറ്ററൻറ്റ് സ്ഥാപിക്കാൻ ഈ ആയുധം ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇത് മറ്റ് രാജ്യങ്ങൾക്കൊന്നും ഇല്ലാത്ത തരത്തിലുള്ള സംവിധാനങ്ങൾ, ഒരു അന്തർവാഹിനിയാണ്. ഇതിൻ്റെ രഹസ്യങ്ങളൊന്നും ഇപ്പോൾ വെളിപ്പെടുത്തുകയില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ ടെക്നോളജി സംബന്ധിച്ചൊരു ടെക്നോളജി ട്രാൻസ്ഫർ നടക്കാൻ പോവുക. കാരണം ഇതൊരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഇന്ത്യ ഉണ്ടാക്കിക്കൊള്ളും ആത്മനിർഭർ ഭാരതിലൂടെ. അപ്പോൾ അങ്ങനൊരു ഗുണവും കൂടി ഉള്ളതാണ്. ഈ റഷ്യയുമായിട്ടുള്ള ആയുധ കച്ചവടങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പക്ഷേ അമേരിക്ക ആ ടെക്നോളജി ഒരിക്കലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുകയില്ല. വേസ്റ്റാണ്. അവിടെ നിന്ന് പിന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ ഇന്ത്യക്ക് ഏറ്റവും പ്രചോദനവും അതുപോലെ തന്നെ പ്രയോജനവും ആകാവുന്ന ഒരു സംവിധാനമാണ് ഈ യാത്രയിൽ 23ാമത് റഷ്യ ഇന്ത്യ ഉച്ചകോടിയിൽ ഇന്ത്യയിലേക്ക് ഈ ഒരു വലിയ ഒരു പ്രസൻറ്റേഷൻ പോലെ, വലിയൊരു സമ്മാനം പോലെ, ഈ വർഷം ഇത് ചെറിയൊരു പുതുവർഷ സമ്മാനം പോലെ എന്ന് പറയാവുന്ന തരത്തിൽ കൈമാറാൻ പോകുന്നത്. ഇത് പതിറ്റാണ്ടുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ്. റഷ്യ എന്ന് പറയുന്നത് ഇത് തരാൻ വളരെയധികം വൈമനസ്യമുള്ള രാജ്യമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദിയുടെ ബാർഗെയിനിങ് പവർ, അത് ട്രംപും സമ്മതിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് മാത്രം നമ്മൾ നേടിയെടുത്ത വലിയൊരു നേട്ടമാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജിക്കായിട്ടുള്ള സംവിധാനങ്ങളിൽ, ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒരു സിന്ദൂര തിലകമായിട്ട് തന്നെ ഇത് വരുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ന്യൂഡൽഹിയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പാണ്. അതിനു മുമ്പ് ചർച്ചകൾ നടന്നിരുന്നു. നമ്മൾ മിസൈലിൻ്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു, അതുപോലെ തന്നെ Su-57 കാര്യത്തിൽ തീരുമാനമായിരുന്നു, അതുപോലെ തന്നെ S-400 കാര്യത്തിൽ തീരുമാനമായിരുന്നു. പക്ഷേ ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം തൊട്ട് തലേന്നുമാണ്. ഇന്ത്യയല്ലേ പോട്ട്, മനസ്സോടാണ് അവർ തന്നിരിക്കുന്നത്. എങ്കിലും റഷ്യ ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് തന്നെയാണ്. അത്തരം ഒന്നാണ് വരുന്നത്. കഴിഞ്ഞ റഷ്യൻ കപ്പൽ 10 വർഷം ഇന്ത്യൻ നേവിക്കൊപ്പം ഉണ്ടാവും. അവർക്ക് പരിശീലനം നടക്കും. കാരണം ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എവിടെയെങ്കിലും പിഴച്ചു പോയാൽ ഇത്രയും കോടി രൂപ കൊടുത്ത്, നമ്മൾ 2,000 കോടി രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനം പാഴായിപ്പോവും, മുതലാകാതെ പോവും. അതുകൊണ്ട് വളരെ കരുതലോടുകൂടിയാണ് റഷ്യ ഇത് നൽകുന്നത്. ഇന്ത്യക്കാർ ഇതെല്ലാം പഠിപ്പിക്കുകയും ചെയ്യുവർ അതിന് പരിശീലനം നൽകുകയും ചെയ്യും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ നാവികർക്ക് പരിശീലനം നൽകുന്നതിന് പുറമെ സ്വന്തം ആണവ അന്തർവാഹിനി വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തും. അതാണ് ഏറ്റവും വലുത്. സ്വന്തമായിട്ട് ഇതുപോലെ ഒരെണ്ണം നമ്മളിനി നിർമ്മിക്കും. സ്വന്തമായിട്ട് അതിൻ്റെ ഒരു പരമ്പര തന്നെ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും. നമ്മളുടെ തീരമേഖല നമുക്കറിയാമല്ലോ, മുംബൈ തീരത്തുകൂടിയാണ് പാകിസ്ഥാൻ്റെ തീവ്രവാദികൾ കടന്നു വന്ന് റോഡിൽ കാണുന്ന ആൾക്കാരെ ഈ നായ്ക്കളെ കൊല്ലുന്നതിനേക്കാളും കഷ്ടമായിട്ട് ചിരിച്ചുകൊണ്ട്, ഓരോരുത്തരും മരിച്ചു വീഴുമ്പോൾ ചിരിച്ചുകൊണ്ട് അവിടെ അതിസാഹസം കാണിച്ചത്. നമ്മൾ നിസ്സഹായരായി നിന്നു ആ ഒരു നിമിഷം. അപ്പോൾ ഈ നിമിഷങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കാൻ ഈ കരുതൽ, ഈ ജാഗ്രത നമ്മുടെ കൂടെ ഉണ്ടാവണം. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.